മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ നമ്മൾ കണ്ട ഭീകര ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അരുണിൻ്റെ ആ ഒരു ചളിയിൽ പുരണ്ടു നിൽക്കുന്ന അരുണിനെ, രക്ഷാകരങ്ങൾ ഉയർത്തി നിൽക്കുന്ന അരുണിനെ. ഇന്ന് അരുൺ അതിജീവനത്തിൻ്റെ പാതയിലാണ്. കേരളം ഇപ്പോൾ അഭിമാനത്തോടെ കാണുന്നുണ്ട് അരുണിനെ. ആ ഒരു നിശ്ചയദാർഢ്യത്തെ മനക്കരുത്തിന് അരുണെ പ്രധാനമന്ത്രി കണ്ടുപോയിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? അദ്ദേഹം നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചു. നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു. തോൾ തട്ടിയിട്ട് പറഞ്ഞു ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അത് തോൾ തട്ടി നമുക്കൊരു ആശ്വാസമാണല്ലോ അത്. കാരണം പ്രധാനമന്ത്രി തോളത്തിട്ട് വിശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ലെവലല്ലേ, വലിയൊരു കരുത്തായി. കാരണം വലിയൊരു പ്രശ്നം തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി അതിജീവിച്ചാണ് ഒരു ശ്വാസത്തിൻ്റെ പുറത്ത് മടങ്ങിയെത്തിയാണ് ജീവിതത്തിലേക്ക്. ആ മനക്കരുത്ത് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി കൂടെ വന്നപ്പം കിട്ടിയ രാജ്യം ഉണ്ടെന്നുണ്ട് ഒരു സന്ദേശം ഉണ്ട്. തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു ഊർജ്ജം ഉണ്ട് ഇപ്പോഴും. പിന്നെ എപ്പോഴും ഉണ്ട്. ആ ഒരു സമയത്തെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മരവിപ്പ് ഉണ്ടായിരുന്നു. അരുണിൻ്റെയൊക്കെ കണ്ണുകൾ തുടക്കത്തിൽ കണ്ട സംസാരിക്കാൻ പോലുമില്ല. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ അനുഭവത്തെ എത്ര ഒരു ഭീതിയുണ്ടോ? താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മുന്നോട്ട് ചിന്തിക്കാതെ ആ ഇൻസിഡൻറ്റ് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉയർന്നില്ല. ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാലിനുള്ള 2 പ്രശ്നങ്ങളുണ്ട്. ശരീരാസകലം മുറിയാണ്. ആ വേദനകളെയൊക്കെ ഉണക്കിക്കൊണ്ട് നമ്മൾ തിരികെ വരും അല്ലേ? അതെ, ആ ഒരു മനക്കരുത്ത്, ആ ഒരു ഊർജ്ജം തന്നെയാണ് അരുണിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കരുത്ത് നമുക്ക് കേരളത്തിനും കൂടെ അരുണിൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബിജു VS-നൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.